ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്ന പശ്ചാത്തലത്തിൽ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ ട്രാക്ക് ഉണരും. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുകയാണ്. 2026 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിക്കും. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം 2019 ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരും. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്ന് വൈകുന്നേരം സർവകക്ഷി യോഗം വിളിച്ചു. പ്രതിപക്ഷ പാർട്ടികളുമായി നിലവിലുള്ള സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ഇരുസഭകളിലും നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ. പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കളെ അടക്കം എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, ധനമന്ത്രിയും പാർട്ടി നേതാവുമായ നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ബേപ്പൂർ മണ്ഡലത്തിൽ ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി UDFനായി ഇന്ന് കോഴിക്കോട്ട് പ്രചാരണം നടത്തും. പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. CPIM നേതാക്കളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ LDF പ്രചാരണത്തിൽ സജീവമാകും. 140 മണ്ഡലങ്ങളിലേക്കും അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. പ്രതിപക്ഷം നുണകൾ പറഞ്ഞു പരത്തുന്നതായി മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിക്കെതിരെ UDFന്റെ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊല്ലം പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. സംസ്ഥാനത്ത് ആകെ 355 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. 1766 എണ്ണം സ്വീകരിച്ചു. 3 പത്രികകൾ പിൻവലിച്ചു. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ആകെ ലഭിച്ചിരുന്ന 2125 പത്രികകളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം ഇതുവരെ വിവിധ മണ്ഡലങ്ങളിലായി 3 പത്രികകളാണ് പിൻവലിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാകുന്നതോടെ CVGIL പോർട്ടലിൽ ഇന്നലെ മാത്രം 8340 പരാതികൾ ലഭിച്ചു. ഇതിൽ 8207 എണ്ണത്തിൽ തീർപ്പാക്കുകയും ചെയ്തു. ആകെ 53,593 പരാതികളാണ് CVGILൽ ലഭിച്ചിട്ടുള്ളത്. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സഞ്ജയ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി ഓൺലൈനായി യോഗം ചേർന്നു. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് അറിയിക്കാൻ CVGIL ആപ്പിന് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധി URLകൾ ഇതിനകം നീക്കം ചെയ്തതായും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉൾപ്പെട്ട സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഇടുക്കിയിലെ മലയോര മേഖലകൾ 5 മണ്ഡലങ്ങളിലെയും മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമായതോടെ
ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കാർഷിക വിഷയങ്ങളും പട്ടയ പ്രശ്നങ്ങളുമാണ് പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നീ 5 മണ്ഡലങ്ങളിലും മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. LDF തങ്ങളുടെ കോട്ടകൾ നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ UDF ശക്തമായ തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ്. NDA കൂടി സജീവമായതോടെ മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും ദൃശ്യമാണ്. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളും വന്യജീവി ആക്രമണങ്ങളും വോട്ടർമാരുടെ പ്രധാന പരിഗണനാ വിഷയങ്ങളായി ചർച്ചകളിൽ നിറയുന്നു. കുടുംബയോഗങ്ങളും വാഹന പ്രചരണ ജാഥകളും പൂർത്തിയാക്കി മുന്നണികൾ വോട്ടർമാരെ നേരിൽ കാണുന്ന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുടിയേറ്റ കർഷകരുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ ആർക്കൊപ്പമാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ രംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ജോലികൾക്കായി നിയമിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കുള്ള ആദ്യഘട്ട പരിശീലനം ആരംഭിച്ചു. ഈ മാസം 29 വരെയാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരോധിത പ്രിന്റിംഗ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 1000 കിലോ നിരോധിത പ്രിന്റിംഗ് സാധനങ്ങൾ പിടിച്ചെടുത്തു. QR കോഡ് പതിക്കാത്തതും പോളിസ്റ്റർ മിക്സഡ് തുണിയുമാണ് പിടിച്ചെടുത്തതിൽ കൂടുതലും. പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ നീക്കം ചെയ്തത് 1.5 ലക്ഷം അനധികൃത പ്രചാരണ സാമഗ്രികൾ. ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 12 മണ്ഡലങ്ങളിൽ നിന്നായി പൊതുസ്ഥലത്ത് സ്ഥാപിച്ച 47,525 അനധികൃത പ്രചാരണ സാമഗ്രികളാണ് സ്ക്വാഡുകൾ നീക്കം ചെയ്തത്. ഇതിൽ കൂടുതലും പോസ്റ്ററുകളാണ്. 10 ചുവരെഴുത്തുകൾ, 500-ലധികം ബാനറുകൾ, 2500ഓളം കൊടിതോരണങ്ങൾ എന്നിവയും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു. C-വിജിൽ ആപ്പിലൂടെ ലഭിച്ച 6000ഓളം പരാതികളെ തുടർന്നാണ് നടപടി. 1 ചതുരശ്ര മീറ്റർ സ്ഥലത്തെ അനധികൃത പോസ്റ്ററോ ചുവരെഴുത്തോ നീക്കിയാൽ 42 രൂപയാണ് സ്ഥാനാർത്ഥിയുടെ ചെലവിൽ ഉൾപ്പെടുത്തുക. പശ്ചിമേഷ്യയിലെ സംഘർഷം 26ാം ദിവസത്തിലേക്ക് കടന്നു. മേഖലയിൽ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനൊപ്പം പുതിയ നയതന്ത്ര നീക്കങ്ങളും ശക്തമാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സേന പ്രവർത്തനം ശക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ ലിതാനി നദി വരെയുള്ള പ്രദേശങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് സൈന്യത്തിന്റെ നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ബെയ്റൂത്തിന് സമീപം ഇസ്രായേൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം 2000ഓളം സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ US ഉത്തരവിട്ടു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്ന പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഇന്ന് ഛത്തീസ്ഗഡിൽ ആരംഭിക്കും. ഏപ്രിൽ 3 വരെ നീളുന്ന ഗെയിംസിൽ അത്ലറ്റിക്സും നീന്തലും ഉൾപ്പെടെ 7 കായിക ഇനങ്ങളിലാണ് മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 3000-ലധികം ഗോത്രവർഗ അത്ലറ്റുകൾ ഗെയിംസിൽ പങ്കെടുക്കും. ശബരിമലയിൽ 10 ദിനം നീണ്ടുനിൽക്കുന്ന പ്രധാന ചടങ്ങുകളായ ഉത്സവബലി, ശ്രീഭൂതബലി ചടങ്ങുകൾ കണ്ടുതൊഴാൻ വലിയ ഭക്തജന തിരക്ക്. ഉച്ചപൂജ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഉത്സവബലിയും വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും നടക്കും. 31-ന് പള്ളിവേട്ടയും ഏപ്രിൽ 1-ന് രാവിലെ 11-ന് പമ്പയിൽ ആറാട്ടും നടക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താം. ഹജ്ജ് കമ്മിറ്റി മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട തീർത്ഥാടകർ അടയ്ക്കേണ്ട 3ാമത്തെ ഗഡു തുക ഈ മാസം 31-നകം അടയ്ക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകർ അവരുടെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് അടിസ്ഥാനത്തിലാണ് തുക അടയ്ക്കേണ്ടത്. ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ അടയ്ക്കേണ്ട തുക സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും. കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു. മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്ന പശ്ചാത്തലത്തിൽ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ ട്രാക്ക് ഉണരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.